വഞ്ചനയും ചതിയും ഞാൻ വെച്ചു ഉറപ്പിക്കില്ല. ഇവിടെ ഒരു നിയമമേ ഉള്ളൂ. അത് നീ ആയിരുന്നാലും ശരി, ഞാനായിരുന്നാലും. സാറിന്റെ പേര് പറഞ്ഞില്ല. സാഗർ ഏലിയാസ് ജാക്കി. താൻ പറയുന്ന പോലെ കളിക്കാൻ വയ്യ. വേഷൻ രാമനായാലും രാവണനായാലും നിയന്ത്രിക്കുന്ന മനസ്സാ. ആ മനസ്സിന് ഇതിനപ്പുറം വയ്യ. ഇത്തവണ കീചകൻ പതറിയെന്നും മദ്യപാനം കൂടിപ്പോയെന്നും മഹാരാജാവും പറഞ്ഞുവല്ലേ. നിർഭാഗ്യവശാൽ അത് തന്നെയാണെങ്കിൽ നീ ബഹളമൊന്നും ഉണ്ടാക്കരുത്. ചിരിക്കണ്ട. ചാവാൻ കണക്കാക്കിയാ വന്നിരിക്കുന്നത്. പൊരുതി ചാവാൻ. ഇനി ആർക്കാടാ എന്റെ ജീവൻ വേണ്ടത്? ഞാൻ തോമ, ആടുതോമ. ാടിമോനെ, നീ കൊച്ചിന്ന് ആളുകളൊക്കെ എന്നെ തല്ലിക്കൊല്ല. കുട്ടനാട്ടെ ചങ്കിലെ ചോര പിടിക്കുന്ന ആടുതോമയെ സാറ് നേരിട്ട് പരിചയപ്പെടണം. എന്റെ പിരി ഞാൻ മുറിച്ചില്ലെങ്കിൽ സോമൻ കാക്കി ഒരു നിനക്ക് ക്ഷവരം ചെയ്യും. എന്നാ സോമൻ മുടിയൊന്നും നീട്ടി വളർത്തും. SI സോമൻ പിള്ളയ്ക്ക് ചെരക്കാൻ. ഇവിടെ നിർത്തി അവിടുത്തെ കയറുകൾ കെട്ട് പിന്നിൽ വരണം. എല്ലാറ്റിനും ഉവ്വ്, അല്ലെങ്കിൽ ഇല്ല. സത്യം എപ്പോഴും ഈ രണ്ടിനിടയ്ക്ക് എവിടെയെങ്കിലും ആവുമ്പോ വല്ലപ്പോഴും ഇതുപോലെ. അല്ല, പേരെന്താ? വച്ചമ്മയും രാധ. കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. എന്താ ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ? ഇപ്പഴങ്ങ് പറഞ്ഞേക്കാം, എനിക്ക് ഞങ്ങളെ ഇഷ്ടമല്ല. അങ്ങനെയില്ല. ആദ്യം ഞാൻ അവർക്ക് കത്തെഴുതുമ്പോ മഴ പെയ്തിരുന്നു. ആദ്യം ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴും മഴ പെയ്തു. അല്ലേ? നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല. ഇവിടെ അകാലമൃത്യു വരെ ഉണ്ടാവാം എന്നൊരവസ്ഥയാ. മന്ത്രവിധി പ്രകാരം ചിത്രപ്പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്ന മുറികളാണ് അവിടെ. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഭയാനകമായ വർഷം
അസാധ്യ. അവളുടെ ചിത്രങ്ങൾ എന്റെ ക്യാമറയിലല്ല പതിഞ്ഞത്, എന്റെ കണ്ണുകളിൽ, എന്റെ ഹൃദയത്തിൽ. ഈ അവസാന ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു സത്യം അറിഞ്ഞാൽ അദ്ദേഹം ആകെ തകർന്നു പോകും. ഈരമേഘം പൂവും കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ